ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മ വന്നിരിക്കുന്നത് ലാസ്റ്റ് സ്റ്റൈൽ ബെൻഡറിന്റെ ലാസ്റ്റ് ഫൈറ്റ് ആയിട്ടാണ്. ലാസ്റ്റ് ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മരിച്ചതല്ല പറഞ്ഞത്. എന്തായാലും ഭയങ്കര ഞാൻ ഒരിക്കലും അഡസാനിയുടെ ഫൈറ്റ് കണ്ടിട്ടൊന്നും കരഞ്ഞിട്ടൊന്നുമില്ല. അലക്സ് പെരേരയുടെ ലാസ്റ്റ് ഫൈറ്റ് ഒക്കെ അലക്സ് പെരേരയുടെ സപ്പോർട്ട് ചെയ്താണ് അഡസാനിയായിട്ടുള്ള ഫൈറ്റുകളിലൊക്കെ. പക്ഷെ ഈ ഫൈറ്റ് അഡസാനി തോറ്റപ്പ മനസ്സിലായ സാധാരണ ഒരു തോൽവി മാത്രമല്ല, നിങ്ങൾ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് മൈറ്റി മൗസ് ജോൺസന്റെ റിയാക്ഷൻ വീഡിയോ കണ്ടോ മതി. പുള്ളി വേൾഡ് ചാമ്പ്യൻഷിപ്പ് അടിച്ചപ്പോ പോലും സ്റ്റോയിക്കായി നിന്ന ആളാണ്. പുള്ളി ആകെ ഹാപ്പി ആയത് എൽഡർ റിംഗ് ജയിച്ചപ്പോഴാണ്. അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. പക്ഷെ അയാള് പോലും റിയാക്ഷൻ ഒന്നും കണ്ടാൽ ഇങ്ങനെ ഞെട്ടിപ്പോവും. ബോംബ് ഡ്രോപ്പ് ചെയ്താണ് പുള്ളി ഇന്ന് പുള്ളിയുടെ വിഷമം എല്ലാരും അറിയിച്ചത്. ഗൈസ്, ഇന്ന് വെറുതെ ശോകമെൻഡിങ് ആയിപ്പോയി. ഏറ്റവും ശോകമെൻഡിങ് ആയിട്ട് ഈസിയുടെ ഈ 4 ലോസും സെയിം റഫ് തന്നെ ഇങ്ങനെ റഫ് ചെയ്തത്. അത് അതിലേക്കും ശോകമായിപ്പോയി. എന്താണ് ഇങ്ങനത്തെ ഒരു കോയിൻസിഡൻസ്? അതൊന്നും എനിക്കൊന്നും തോന്നല്ല. പക്ഷെ ഇതൊരുമാതിരി ശരിക്കും പറഞ്ഞ ഗൈസ്, ഫസ്റ്റ് റൗണ്ട് ഈസി നല്ല ഡാനവൈറ്റ് പറഞ്ഞ പോലെ ഈസി നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ച. പഴയ ഈസിയുടെ സ്ട്രൈപ്സ് ഒക്കെ വന്നു. പക്ഷെ ഫസ്റ്റ് റൗണ്ടിൽ ഒരു അഡോമിറ്റി ഉണ്ടായി. കാരണം ഫസ്റ്റ് റൗണ്ടിൽ മറ്റേ ഒരു ജാബ് ആയിരുന്നു, ഒരു ഓക്കോഡ് ജാബ് അല്ല, അപ്പർ കട്ടായിരുന്നു. അപ്പർ കട്ട് കോട്ട് ചെയ്തപ്പോ തന്നെ എല്ലാരും ഒന്ന് എന്താണ്. കാരണം നമ്മുടെ പഴയ ഈസിക്കൂട്ടൻ അങ്ങനെയൊന്നും പൊട്ടാവാറില്ല. ചെറിയൊരു വിഷമം എല്ലാവരുടെ മുഖത്തും ഉണ്ടായി. പക്ഷെ ഒരു കൺസേൺ ഉണ്ടായി. പക്ഷെ എന്താണെന്നറിയില്ല, സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ എന്തോ കോട്ട് ചെയ്ത് നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചാണ്. പക്ഷെ പെട്ടെന്ന് കോട്ടായി. പക്ഷെ അതൊരു സാധാരണ തോൽവിയല്ല, ഒരു അവസാനത്തെ യാത്ര അല്ലേ? ആസ് എ കണ്ടന്റർ ഇസിയുടെ ലാസ്റ്റത്തെ സ്ട്രൈപ്സ് ആണ് നമ്മൾ കണ്ടേന്നോണല്ലേ. പോസ്റ്റ് ഫൈറ്റ് ആണെങ്കിലും ബാക്ക് സ്റ്റേജിൽ ഇന്റർവ്യൂ എടുത്തപ്പോഴാണെങ്കിലും ലോറ സംഘടനോടൊന്ന് പറയാനുണ്ട്, ഇനി എന്താ ചെയ്യുന്ന അറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിട്ട് ഇരിക്കണാണ്. ഇപ്പൊ ഇത് ജയിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റിഡംഷൻ ആർക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചൊക്കെ വരായിരുന്നു. ഇതിപ്പോ ഇപ്പൊ ആർക്കറിയില്ല എന്താണ് നടക്കാൻ പോണെന്ന്. പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാത്തിനും ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ അവസാനം ഉണ്ടാവില്ല. ഈസി എന്ന മൂവി ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ഞാൻ അതിനൊരു 10/9 റേറ്റിംഗും കൊടുക്കും. അടിപൊളിയായിരുന്നു. പുള്ളിയുടെ സ്റ്റോറി ലൈനും പ്രത്യേകിച്ച് അലക്സ് പെരേരയുടെ സ്റ്റോറി ലൈനും മെയിൻ ക്യാരക്ടർ മൊമെന്റും പുള്ളിയുടെ ആർക്കും കരിയർ ആർക്കും ട്രാൻസിഷൻ ഫ്രം കിക്ക് ബോക്സിംഗ് ടു MMA എല്ലാം അടിപൊളിയായിരുന്നു. 9/10 ഫോർ ഈസി ഫോർ എവരിതിങ്. ശരിക്കും ഒരു എൻഡ് ഓഫർ. നമ്മളന്ന് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടുണ്ടായില്ല, മറ്റേ 3 എങ്കാനി വന്നപ്പോഴേക്കും എങ്കാനി മിസ്സിംഗ് വിളിക്കുന്നതിന്റെ ഫോട്ടോ വന്നപ്പോഴേക്കും ഫോട്ടോ ഇൻ ആഫ്രിക്കൻ കോമ്പാക്ട് ഹിസ്റ്ററി അല്ലേ? കാരണം ആ ഫോട്ടോ എടുത്തേ പിന്നെ അന്ന് തുടങ്ങി പതനമായിരുന്നു. ആ ഫോട്ടോയുടെ അടിയിൽ ഏതോ ഒരുത്തൻ കമന്റും ചെയ്തായിരുന്നു, ഇത് ലാസ്റ്റ് ആണ്, ഇതോടെ എല്ലാം തകർന്നയാണെന്ന്. അതേപോലെ സംഭവിച്ചു. എന്താണ് എത്ര പേരാണ് ഇതിപ്പോ? ശരിക്കും പറഞ്ഞാൽ നമ്മളിത് എല്ലാ സ്പോർട്ടിലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. നമുക്ക് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് മൊമെന്റ്സ് ആണ്. പക്ഷെ ഇവര് മാറി ഇനി പുതിയ ആൾക്കാർ വരണം, വേറെ വഴിയില്ല. എടാ, നിങ്ങൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴത്തെ തോമാസ് ജോൺസിനെ തോപ്പിക്കോ എന്ന് പറഞ്ഞ പോലെ ഈസിനെ പണ്ട് ആൾക്കാർ ജോൺസിനെ തോപ്പിക്കോ, ജോൺസിനെ ഒരാൾ തോപ്പിക്കോ എന്ന് പറഞ്ഞാൽ തന്നെ അയാൾ നല്ലൊരു ലെവലിൽ എത്തിയെന്ന് ആലോചിച്ച്. ജോൺസിനെ തോപ്പിക്കോ എന്ന് ആൾക്കാർ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടോപ്പിക്കാണ്. പിന്നെ ജാൻബ്ലോയി ചേട്ടൻ ഫൈറ്റിന് ശേഷം ആരൊന്നും പിന്നെ വായ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഒരു ലെവലുണ്ടായിരുന്നു ഈസിയുടെ അവസാനമാണ് ഉണ്ടായിരുന്നത്. എടാ, ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കട്ടെ. ഇതിന്റെ അവസാനത്തെ പോയിന്റ് നമ്മൾ പറയാം. പിന്നെ കുറച്ച് കമന്റുകളൊക്കെ ഉണ്ട്. നമ്മുടെ സെക്കൻഡ് ഫ്രോഡ് ചെക്കഡ് എന്ന് പറഞ്ഞ് ഷാരനെ പറഞ്ഞ് ഇട്ടെന്ന് പറഞ്ഞ് അതിന്റെ പുറത്ത് ഫ്രോഡ് ചെക്കഡ് എന്ന് പറഞ്ഞ് തല്ലു പിടിച്ചൊക്കെ പറഞ്ഞ്. ഗായ്സ്, ഈ ഇതിന്റെ കോസ്റ്റ് ഫ്രോഡ് ചെക്കഡ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ഫ്രോഡ് എന്നുള്ള വാക്കിലൂടെ രണ്ടു അർത്ഥമുണ്ട്. നമ്മുടെ സമൂഹത്തിലെ പോലെ ഫ്രോഡ് കാണിച്ചുണ്ടാക്കിയ ആളതല്ല. ഒരു ചാമ്പ്യൻ ആവാൻ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ്. ഒരിക്കലും ചാമ്പ്യൻ ആവും എന്നാണ് എല്ലാവരും ഷാരനെ കുറെ പേര് കാഷ്വൽസ് ഒക്കെ വിചാരിക്കുന്നത്. പക്ഷെ ഷാര ഒരിക്കലും ചാമ്പ്യൻ ആവൂല എന്നുള്ളൊരു കാര്യം എല്ലാവരും അറിയിച്ചു കൊടുത്തു. ദർ ഇസ് ലെവൽ ടു ദിസ് ഷിറ്റ്. അപ്പൊ ഷാരക്ക് ലെവൽസ് എന്താണെന്ന് MVP അറിയിച്ചു കൊടുത്ത്. ഇത് ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നില്ല. സ്റ്റൈൽ മേക്സ് ഫൈറ്റിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ഇന്ന് നടന്നത്. MVPയുടെ സ്റ്റൈലായിട്ട് ഷാരക്ക് മാച്ച് ചെയ്യാൻ പറ്റൂല. അത് ആ പസിൽ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം വിചാരിച്ചപ്പോ ഫസ്റ്റ് റൗണ്ട് റീഡൊക്കെ എടുത്തിട്ട് സെക്കൻഡ് റൗണ്ട് ഡിസ്മാൻഡിൽ ചെയ്ത് തുടങ്ങുന്നൊക്കെ വിചാരിച്ചു. എവിടെ MVP ആ സെയിം ഫ്ലോയില് ഡാൻസിൽ മൈക്കിൾ ജാക്സൺ മൂവ്സ് ആയിരുന്നു മൊത്തം. ഫുൾ ടൈം ഡാൻസ് കളിച്ചോണ്ടിരിക്കണ ഒരു നിന്ന് കൊടുക്കാൻ സമ്മതിക്കണില്ലല്ലോ. ഫുൾ
അത് മാത്രമല്ല കൗണ്ടർ ചെയ്യണത്. അത് മാത്രമല്ല ഷാരോ ഒന്ന് റിതം പിടിച്ച് വരുമ്പോ നമ്മുടെ ഇവൻ ബ്ലിറ്റ്സിൽ ഒരു ക്രോസ് എറിഞ്ഞ് എപ്പോഴും അത് മിക്കപ്പോഴും ലാൻഡായി. ആ ക്രോസ് എറിഞ്ഞായിരുന്ന ഇങ്ങനെയുള്ള ക്രോസ് എറിയും മിക്കപ്പോഴും ലാൻഡായി. അതൊന്ന് ഒരു ഷാര അഡ്ജസ്റ്റ് വരുമ്പോ അടുത്ത് എറിയും ഒരുമാതിരി. പിന്നെ തേർഡ് റൗണ്ടൊക്കെ MVP ലൂസായി ഫുള്ള് ഒരുമാതിരി ടോണ്ടിങ്ങും ഓപ്പണേഴ്സും ആ മൂടൊക്കെ. ഒരു പ്യുവർ മാസ്റ്റർ കാർഡ് പെർഫോമൻസ് ഫ്രം MVP ആയിരുന്നു. ഷാരന കംപ്ലീറ്റ്ലി നള്ളിഫൈ ചെയ്ത് ഷാര എന്ന് നമുക്ക് ഫീൽ ചെയ്തില്ല. അവിടെ ഇരുന്ന ഒരു എലൈറ്റ് സ്പാറിംഗ് സെഷൻ പോലെ ഫീൽ ചെയ്ത് കളഞ്ഞു. നമുക്ക് ഷാരനെ നള്ളിഫൈ ചെയ്ത് കളഞ്ഞു. ഇപ്പൊ ചേട്ടന്മാരെ അനിയന്മാരെ കിടക്കിടക്ക് പഠിപ്പിച്ചു കൊടുക്കൂലേ, അതേപോലത്തെ മൂഡ് അല്ലേ. പക്ഷെ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഷാർക്ക് പവർ അഡ്വാൻറ്റേജ് ഉള്ള കാരണം ചിലപ്പോ എന്തെങ്കിലും കോട്ടാവുന്ന വിചാരിച്ചു. പക്ഷെ ഇവിടെ ഇരിക്കാണെങ്കിൽ നിക്കണ്ടേ, കിട്ടണ്ടേ. നീ ഷാരനെ പിൻ ചെയ്യാൻ പിക്ക് ചെയ്തിരുന്ന? ഞാൻ സത്യം പറഞ്ഞ നമ്മളന്ന് വീഡിയോ എടുത്തപ്പോ നമ്മൾ പിക്കൊന്നും ചെയ്തില്ല. പക്ഷെ ഞാൻ ചിലപ്പോ പിക്ക് ചെയ്താലും ഷാരേന. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ 5 മിനിറ്റ് മുമ്പ് പറയണ കേട്ടിട്ട് നീ ഷാരനെ പിക്ക് ചെയ്താനല്ലേ? അതല്ല, അങ്ങനെയല്ല. എനിക്ക് ആ പവർ അഡ്വാൻറ്റേജിന്റെ സീനിൽ ചിലപ്പോ കോട്ടായാലോ എന്നുള്ള രീതിയിൽ പിക്ക് ചെയ്തതാണ്. പക്ഷെ ഞാൻ എന്തായാലും നമ്മളെ വീഡിയോയിലും പറഞ്ഞില്ല, എങ്ങും പറഞ്ഞില്ല. നമ്മ പറഞ്ഞായിരുന്നു ഷാര ഫ്രസ്ട്രേറ്റഡ് ആവും, ഫ്രസ്ട്രേഷൻ ഷാര എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. അതേപോലെ ഷാരക്ക് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാൻ പറ്റിയില്ല. പറഞ്ഞ അതേപോലെ തന്നെ വന്നത് അല്ല. പക്ഷെ ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു ഗൈസ്. കാരണം ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, നമ്മ ഈ അടുത്ത ദിവസം മ്യൂസിയൽ കൊണ്ടുപോലെ മുടീനെ ബെൽറ്റിനെ കൂടുതൽ സ്നേഹിച്ചിട്ടാവാണ് ഷാര. അപ്പൊ അതുകൊണ്ട് ഷാരയെ കപ്പടിക്കോ എന്നുള്ള ഒരു ഇത് നമുക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല. എന്നാലോചിച്ച് ഷാര പണ്ട് മുടി മറന്ന് അബ്ദുൽ മനാബിനെ ജിമ്മിയിൽ ജോയിൻ ചെയ്ത് റസലിംഗ് ഇത്രയും പഠിച്ചു വെച്ചെങ്കിൽ ഈ ഫൈറ്റിന്റെ സെക്കൻഡ് റൗണ്ടിൽ ഒന്ന് നൈസ് ഒരു ടെക്നോളജി 2 റഷോക്ക് ചെയ്തെങ്കിൽ MVP ഒന്ന് കൺഫ്യൂസ് ആയി. ആ കൺഫ്യൂഷന്റെ ഇടയിൽ വല്ല ലാൻഡ് ചെയ്തിട്ട് ഷാരക്ക് വല്ലതും ചെയ്യാൻ പറ്റാനെ. പക്ഷെ ഇവിടെ MVP ഒന്നും ഷാരക്ക് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനില്ല. MVP 13ാമത്തെ വയസ്സിൽ പോയിന്റ് ഫൈറ്റ് ചെയ്ത കരാട്ടെ ചെയ്ത് MVP കണ്ട സൈക്കർമാരിൽ ആയിരക്കണക്കിന് സൈക്കർമാരിൽ ഒന്ന് മാത്രമാണ് ഷാര. വെറുതെ കംപ്ലീറ്റ്ലി ഔട്ട് മാച്ച് ചെയ്ത് കളഞ്ഞ കാര്യം. എനിക്കറിയാം എന്നുള്ള ആസ്പെക്റ്റിൽ ഷാര ജയിക്കണമെന്നായിരുന്നു എല്ലാവർക്കും ആഗ്രഹം. പക്ഷെ ഇതിപ്പോ സ്വീറ്റ് എന്താ പറയുക, സ്വീറ്റ് റിയാലിറ്റിയാ. എന്താ അതിനെ പറഞ്ഞ കയ്പുള്ള എന്തായാലും പറഞ്ഞ വാക്കെന്താണ് പറ. എന്തായാലും ഒരു റിയാലിറ്റി ചെക്ക് എല്ലാവർക്കും കൊടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മധുരമുള്ള കഷായം എന്തായാലും പറയണ ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ചെക്ക് ആയിരുന്നു കാഴ്ച. ഇതൊരു മൂവിയാണ്. അപ്പൊ മൂവിയാണെങ്കിൽ സ്ക്രിപ്റ്റ് ഒക്കെ ആണെന്നൊക്കെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഒരുമാതിരി കയ്പ് മാത്രമാണ് കാര്യം നമ്മുടെ UFC എപ്പോഴും ഉണ്ടാവുന്ന. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് വല്ലപ്പോഴും ബെസ്റ്റ് മൊമെന്റ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഓവർ എക്സൈറ്റഡ് ആവണമെന്നും. കാരണം ഇങ്ങനെ കുറെ ഡിസപ്പോയിന്റ്മെന്റ് വന്നു കഴിയുമ്പോ ഒരു ബെസ്റ്റ് മൊമെന്റ് ഒക്കെ വരും. അതാണ് അതിന്റെ ഒരു രസം അല്ലേ. എന്നിട്ടാണെങ്കിൽ നമ്മുടെ MVP ലാസ്റ്റ് സെലിബ്രേഷൻ കണ്ടത് എനിക്ക് മനസ്സിലായില്ല അത് എന്ത് മീമാണെന്ന്. അതാ മറ്റേ പൈരറ്റ് മീമായിരുന്നു. ലുക്ക് അറ്റ് മീ ക്യാപ്റ്റൻ പറഞ്ഞില്ലേ ലാസ്റ്റ്. അത് ഒരു പൈരറ്റ്, സൊമാലിയൻ പൈരറ്റിന്റെ അവന്റെ കട്ടുകൊണ്ടല്ല കറക്റ്റ് പറയണ കട്ടുകൊണ്ടല്ല പുള്ളി അടിപൊളിയായിരുന്നു. പിന്നെ വേറെന്താടാ വേറൊരു ഫൈറ്റ് ഉണ്ടായല്ല ഗൈസ്. ഒരു ഇപ്പൊ ഡാന പറഞ്ഞ പോലെ സ്റ്റൈൽ മേക്സ് ഫൈറ്റിന്റെ വേറെ എക്സാമ്പിൾ ആയിരുന്നു ഒരു സ്നൂസ് ഫെസ്റ്റ്. റോസൻ സ്ട്രൈക്കും പൗലോവിച്ചും എന്തൊക്കെയോ നടന്നേ പറയാൻ. അല്ലാണ്ട് ഒരു എക്സൈറ്റിംഗ് മൊമെന്റ് ഒന്നും അങ്ങനെ ഒരെണ്ണമായിട്ട് തോന്നുന്നു. ഒരു സ്നൂസ് ഫെസ്റ്റ് ഫൈറ്റ് പൗലോവിച്ച് ജയിച്ചു. പക്ഷെ അവർ രണ്ടുപേരും സെപ്പറേറ്റ് ഫൈറ്റുകളൊക്കെ എപ്പോഴും നൈസാണ്. ഡാന പറഞ്ഞ പോലെ സെപ്പറേറ്റ് വരുന്ന ഫൈറ്റ് നൈസാണ്. പക്ഷെ ആ ഫൈറ്റ് ഭയങ്കര ഷോക്ക് വരുന്നത്. പക്ഷെ ഒരു മറക്കാവുന്ന ആരും ഓർക്കാത്ത ഒരു ഫൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി അധികം പറയണ്ടല്ലോ ചോദിച്ചു. അതിനകത്ത് ഡാന പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഡാന പറഞ്ഞത് മറ്റേ ഡെറിക് ലൂയിസും ഫ്രാൻസിസ്കാനുമായിരുന്നു വൺ ഓഫ് ദ വേഴ്സ്റ്റ് ഫൈറ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ് പക്ഷെ രണ്ടുപേരെ സെപ്പറേറ്റ് ആയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ആയിട്ട് നോക്കുമ്പോ അവരുടെ രണ്ടുപേരുടെ ഫൈറ്റ് അത് കിട്ടില്ലെന്നാണ്. അങ്ങനത്തെ ശിവ നമ്മുടെ വീഡിയോ കാണണേണ്. നീ എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായി. അല്ലെങ്കിൽ ചോദിച്ചേണ്ടി വന്നെ ഒന്നത്. പിന്നെ പിന്നെ അധികം പറയാനുള്ള ഇന്ന് പറയാനുള്ള ഇസിയുടെ വാട്സ് നെക്സ്റ്റ് ഫോർ ഇസി ഗിച്ചു. അപ്പൊ ഞാൻ നിന്നോട് ചോദിക്കണേ വാട്സ് നെക്സ്റ്റ് ഫോർ ഇസി? നിന്റെ ഒപ്പീനിയൻ പറ. നീ ഇസിയുടെ കോച്ചാന്ന് വിചാരിക്കും. എന്നിട്ട് നീ അഡ്വൈസ് ചെയ്യണേ വാട്സ് നെക്സ്റ്റ് ഫോർ ഇസി. നീ എന്താ പറയാൻ പോണ? ഇതിപ്പോ റിട്ടയർ ചെയ്യണം എന്നൊന്നും പറയാൻ തോന്നണില്ല. കാരണം ഇച്ചിരി വിന്നബിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ് കിട്ടിയ കൊള്ളായിരുന്നു. ഒരു 1-2 വിന്നബിൾ ആയിട്ടുള്ള ഒരു ഫൈറ്റ്
വല്ല കെവിൻ ഹോളൻഡ് ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ ചിലപ്പോ നമുക്ക് ഇച്ചിരി കാണാനൊക്കെ തോന്നുന്നിരിക്കാം. ഇപ്പൊ കെവിൻ ഹോളൻഡിനെ എല്ലാവരും ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന കാരണം വേണമെങ്കിൽ സിക്കിം കൊടുക്ക്, ഒരു ചാൻസ് കൊടുക്ക് കെവിൻ ഹോളൻഡായിട്ട്. ഞാൻ പറഞ്ഞ പോലെ എനിക്കും ആഗ്രഹം ഇസി ഒരു നോട്ട് ഇന്ത്യയിൽ പോണ ഇതില്ല, പക്ഷെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തുകൊണ്ട് തന്നെ വരണം. ഇഫ്സ് ബട്ട്സ് ഒന്നും പോയിക്കരുത്. തീർച്ചയായിട്ടും റിട്ടയർ ചെയ്യണില്ലെന്ന് പറഞ്ഞ് ടോണിനെ പോലെ ഇടക്കിടക്ക് മൂഡ് മാറാനുസരിച്ച് റിപ്ലൈ പറയരുത്. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ റിട്ടയർമെന്റ് ആണെന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു ഫൺ ഫൈറ്റ്, എന്തെങ്കിലും ഒരു ഫൺ ഫൈറ്റ് ചെയ്തിട്ട് റിട്ടയർ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഇനി ബാക്ക് ടു ടൈറ്റിൽ ഷോട്ടോ ടൈറ്റിൽ അടിക്കാമെന്ന് ഞാൻ കാണുന്നില്ല. പിന്നെ 35 എന്ന് പറഞ്ഞാൽ ഫൈറ്റേഴ്സിന് അറിയില്ല ഗൈസ്, എന്തോ ഒരു കേഴ്സ്ഡ് ഏജ് ആണ് 35 എന്ന് പറഞ്ഞാൽ. 35 എത്തുമ്പോ ഫൈറ്റേഴ്സിന് എന്തോ സംഭവിക്കും. പ്രൈം അവർ ഇന്ന് ചോർന്ന് പോണേണ എന്താണെന്ന് അറിയാൻ പാടില്ല. എന്റെ ഇസ്ലാമാണത് 2 കൊല്ലം കൂടി ഉള്ളു. അതിനു മുമ്പ് പറയാനുള്ള ഉള്ളു. അതല്ല, നമ്മുടെ ഇന്നത്തെ ഫൈറ്റിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, നുർമഗോമെഡോവും ഒലിവേറും. അതിനാണ് ഫൈറ്റ് ഓഫ് ദി നൈറ്റ് കിട്ടിയത്. അത് ഒരു കൊറേ നാൾ മുമ്പാണെങ്കിൽ ആ നുർമഗോമെഡോവും ഒലിവേറും പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓ സീൻ. പക്ഷെ ഇവന്മാരെ കാണുമ്പോഴാ എല്ലാവരും എനിക്കൊരു സോറി പറയാനുണ്ട്. കാരണം ആ ഫൈറ്റ് നടന്നപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഈ ലൈവ് ഭയങ്കര എൻജോയ് സെക്ഷൻ ആണ്ടാ. ആദ്യമായിട്ട് ലൈവിൽ ഞങ്ങൾക്ക് പൈസ താളുടെ പേര് ഇവിടേക്ക് കുറച്ച് വെക്കാം. റോഹൻ എന്ന് പറഞ്ഞ പുള്ളി 700 രൂപയ്ക്ക് സെൻഡ് ചെയ്തു ഗൈസ്. പക്ഷെ എനിക്കൊരു അബളി പറ്റി. പുള്ളി സെൻഡ് ചെയ്തത് എനിക്ക് സെൻഡ് ചെയ്ത 300 രൂപ എന്റെ ആക്സിസ് ബാങ്ക് എന്ന് പറഞ്ഞ നെഗറ്റീവ് ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് പോയത്. ആ പൈസ മൊത്തം ബാങ്ക് പിടിച്ച് എനിക്ക് ഒറ്റ പൈസ മുതലായില്ല. ഞാൻ രാവിലെ ഇറച്ചിക്കടയൊക്കെ അടയ്ക്കാൻ പോയിട്ട് അവിടെ സ്കാൻ ചെയ്തപ്പോ കമ്പൂറായി തിരിച്ചു വന്നത് നാണക്കേടായി ഗൈസ്. എന്നാലും കുഴപ്പമില്ല, മറ്റേ പൈസ എനിക്ക് മുഴുവണ്ടായില്ല. എന്നാലും നല്ല സംഭവം ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. ഫുള്ള് ഫൈറ്റിന്റെ സമയത്ത് ഞങ്ങൾ കമന്റ്സിൽ വന്ന് മെസ്സി റൊണാൾഡോയുടെ തല്ലുകൊടുത്തും തുടങ്ങി ഫൈറ്റേഴ്സിന്റെ രഹസ്യം തുടങ്ങി പറയാത്ത കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നല്ലൊരു ഇന്ററാക്റ്റീവ് സെക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഒരു ലൈവ് പോലും ഞങ്ങൾ മുടക്കാൻ പോണില്ല. താങ്ക് യു എല്ലാവർക്കും, ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഫൈറ്റ് ഒന്നും കണ്ടില്ല. നമുക്ക് കിച്ചണിലോട്ട് പോവാം. കിച്ചൺ ആ ഫൈറ്റ് പിന്നെ എന്താ പറയുന്നത് നോക്കാം. ഈ ഫൈറ്റില്ലേ മറ്റവനുണ്ടല്ലോ ഒലിവേറ എന്ന് പറഞ്ഞ അവൻ റിബ് ഇഞ്ചുറി ആയിട്ടാണ് വന്നതെന്ന്. ആ റിബ് ഇഞ്ചുറി ആയിട്ട് വന്നിട്ട് അവൻ അവസാനം ആ ഫൈറ്റ് ജയിച്ചു. അതാണെങ്കിൽ മറ്റേ അബ്ദുൽ മനാഫിന്റെ ജിമ്മിലാണ് മറ്റവനും സായിദ് നുർമഗോമെഡോവ്. ഭയങ്കര ഫേവറേറ്റ് അല്ല, അത്യാവശ്യം ഫേവറേറ്റ് ആയിരുന്നു ഒലിവേറയെന്ന് അണ്ടർഡോഗ്. എന്നിട്ട് നൈസായിട്ട് ഒലിവേറ ജയിച്ച്. മറ്റവരാണെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ കുറച്ച് അതൊക്കെ ചെയ്ത് അത്യാവശ്യം നൈസ് ഫൈറ്റ് ആയിരുന്നു. അത് ഫൈറ്റ് ഓഫ് ദി നൈറ്റ് കിട്ടുകയും ചെയ്തു. പിന്നെ അതിന്റെ ഫസ്റ്റ് ഫൈറ്റ് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു, ഒരുത്തിന്റെ കാലിങ്ങനെ വളഞ്ഞു പോണത് കണ്ടായിരുന്നു. ഒരു കാഫ് സ്ലൈസർ ട്രൈ ചെയ്തിട്ട് എല്ലാരും കൺസേൺ ആയിരുന്നു ആ മൊമെന്റ്. അപ്പൊ എല്ലാ MMA ഫാൻസ് ഇങ്ങനെ ഇരുന്നൊക്കെ പറഞ്ഞു പോസ്റ്റർ ഇറങ്ങാനുണ്ടായി. അത് ഒരു രക്ഷയുണ്ടായില്ലട്ടോ. ഞാൻ വിചാരിച്ചു കാലം എന്ത് റബ്ബറിന്റെ കാലം എന്താണ് ഫ്ലെക്സിബിൾ ആവണേനൊരു പരിധിയില്ല. രക്ഷയുണ്ടായില്ല. പിന്നെ ലേറ്റസ്റ്റ് ഒരു ന്യൂസ് ഇല്ലേ നമ്മുടെ ഇസ്ലാമിന്റെ ന്യൂസ് എന്താണ്? ഇതെനിക്ക് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. ഞാൻ പറയാം, ഒരു ബിഗ് ബ്രേക്ക്. നമ്മുടെ ഈ MMA-ലോട്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ പോലെ ഒബ്സസീവ് ആയതുകൊണ്ട് കൺസ്പിറസി തിയറീസ് പോലെ MMA ഉള്ളതുകൊണ്ടും ഡാന ഒരു ക്ലൂ തരാണ്ട് പുരാതനമായിട്ട് രഹസ്യമായിട്ട് വെച്ചേക്കട്ട ബിഗ്ഗസ്റ്റ് സർപ്രൈസ് പോലത്തെ ഒരു ഫൈറ്റ് എവിടെയോ ഹിന്റ് ചെയ്യാത്ത പോലെ ഹിന്റ് ചെയ്ത്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു എല്ലാം എക്സ്പോസ് ചെയ്ത പോലെ ഇസ്ലാമും ടുപ്പൂറിയായിട്ടുള്ള ഫൈറ്റ് നടന്നൊരു റൂമർ വരുന്നുണ്ട്. കാശ് ഇതിന്റെ ഗുണവും ദോഷവും ഞാൻ പറഞ്ഞുതരാം. ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് MMA ഫാൻ ഏത് രാത്രി വിളിച്ച് ഏൽപ്പിച്ച് നോക്കിയാലും ഡ്രീം ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും ജോൺസ് ആസ്റ്റോമ പറയുമായിരിക്കും. എന്നാൽ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പറയുമ്പോൾ ഇലിയ ഇസ്ലാമാണ്. ആ ഇലിയ ഇസ്ലാം ഫൈറ്റ് നടക്കും എന്നൊരു ചെറിയൊരു ഹിന്റ് എവിടെയോ ഇല്ലാത്ത പോലെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. കാരണം ഡാന വൈറ്റ് കുറച്ച് മീറ്റിങ്ങിലും ഒരു ജേർണലിസ്റ്റ് മുഖത്തോട്ട് നോക്കി ചോദിക്കുകയും ചെയ്തു. അപ്പൊ അയാളോട് പറയുന്ന റിപ്ലൈയില് ഡാനയുടെ ഒരു ഇന്നർ ചിരിയില് നമുക്ക് തോന്നി. പക്ഷെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ മനസ്സിൽ വരുത്തിയിട്ട് ബിരിയാണിയില്ല ഒന്നുമില്ല ബൈ പറയണ പോലെ ഇത് നടക്കാണ്ടായുള്ള ഡിസപ്പോയിന്റ്മെന്റ് എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതെന്റെ നെഗറ്റീവ് ആസ്പെക്ട്. പക്ഷെ ഇതിന്റെ ബിൽഡപ്പ് കാണുമ്പോ തന്നെ നമുക്ക് എക്സൈറ്റ്മെന്റ് എന്ത് എക്സൈറ്റ്മെന്റ് ആണെന്നറിയോ? നമ്മ ഇപ്പൊ തൊട്ട് അടുത്ത 10 മിനിറ്റ് ഞാൻ ഇതിനെ പറ്റി മാത്രം ചിന്തിക്കണേരുത്. അത് അതിന്റെ പ്രഡിക്ഷൻ നമ്മൾ പലപ്പോഴും പല രീതിയിൽ മാറ്റി മറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം, ഏറ്റവും വലിയ ഇസ്ലാം മോഹിച്ച ഫാനാണ് ഞാൻ. ഏറ്റവും ഇതല്ല, ഭയങ്കര ഇസ്ലാം മോഹിച്ച ഫാനാണ് ഞാൻ. ഞാൻ പോലും പറയണ ഇസ്ലാം ആകെ തോക്കാനുള്ള ഒരു ഫ്ലാഷ് കോയില് ഇസ്ലാമിനെ തോപ്പിക്കാനുള്ള ഒരു ഫൈറ്ററാണ് ടുപ്പൂർ. അതുകൊണ്ട് എനിക്ക് ആ ഫൈറ്റ് കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്, പേടിയുണ്ടാകും. അതുപോലെ ഇലിയെ തോപ്പിച്ചു കഴിഞ്ഞാലും ഞാൻ കുറച്ച് മനസ്സിൻ്റെ ഉള്ളിൽ കരയുമെങ്കിലും
ഇലിയെന്നൊരു ഫൈറ്റർ ഒരു സ്കില്ലൊരു എംബറർ കില്ലർ കൂടായ ഒരാള്. കാരണം മാക്സ് സോളോവേനെയും വോൾക്കിനെയും ഇസ്ലാമിനെയും ബാക്ക് ടു ബാക്ക് കെയോ ചെയ്തു കഴിഞ്ഞാൽ ഗോട്ട് എന്നുള്ള സ്ഥാനത്ത് ഇലിയനെ ഉൾപ്പെടുത്താണ്ടിരിക്കാണ്ടിട്ട് ആർക്കും പറ്റൂല. അങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും മെസ്സി പണ്ട് 5 ബലൂൺ ഫെയർലാൻഡ് ആണെങ്കിലും പെട്ടെന്ന് അടിച്ച പോലെ ഇത് ഫെയർ ആയിട്ടെടുത്ത ഇത്രയും പെട്ടെന്ന് എല്ലാം അടിക്കണ പോലത്തെ വെറുതെ ഒരു എന്താ പറയാ ഹിസ്റ്ററി ബുക്സ്. ഇലിയ ജസ്റ്റ് ക്രിയേറ്റഡ് ഹിസ്റ്ററി ഇൻ 3 fights. ആ മൂഡ് ഐ കംപ്ലീറ്റഡ് MMA in 3 fights. ആ മൂഡായിരിക്കും ഗൈസ് എങ്ങാണ്ടും ഇലിയ ഇത് അച്ചീവ് ചെയ്ത ഈ ഫൈറ്റ്. എനിക്ക് തോന്നുന്നത് 1 million എന്തായാലും പയ്യാവും. ഇനി എങ്ങാണ്ട് സ്പെയിനില് ബെർണബോലെങ്ങാണ്ട് ഈ ഫൈറ്റ് വെച്ച മറ്റേ സ്മൈലി ഇടക്കിച്ചു. എന്താണ് ആ സ്മൈലി ചെയ്തില്ലേ? ഇറ്റാലിയൻ ആൾക്കാരുടെ സാധനം അത്. പിന്നെ ഞാൻ ഒരു കാര്യം ഈ ഇലിയ പറയുന്ന ഒരു സീൻ ഉണ്ടല്ല, സബ്മിറ്റ് ചെയ്യുമെന്ന്. സബ്മിറ്റ് നടക്കും ഇസ്ലാമിന്? എന്താ കാര്യം പറയട്ടെ, ഇലിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയണ എടാ ഇലിയനെ ഡു യു ഡൗട്ട് ഇലിയ? ഡൗട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇത്രയും നാള് പറയണതെല്ലാം മറ്റേ എഴുതി വെച്ച് ഫുൾ സ്റ്റോപ്പും കോമയും എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ് ഇലിയ. പക്ഷെ ഇലിയ സബ്മിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിം ആയിട്ട് എനിക്ക് തോന്നണം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇസ്ലാമിനെ തോപ്പിക്കണം എന്ന് പറയുമ്പോൾ തന്നെ വേൾഡ് ഷോക്കിംഗ് കാര്യമാണ്. ആ സമയത്ത് സബ്മിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്രയും ഒരു മനസ്സിലായില്ലേ? എന്താടാ മല പോലെ ആഗ്രഹിച്ചു കഴിഞ്ഞാല് എന്താണ് ആകാശം എന്നുള്ള എന്താണ് വാക്കെന്താടാ പറഞ്ഞത്? വാനോളാല് ആഗ്രഹിച്ച എന്തോ വളം കിട്ടും, അങ്ങനെ എന്തോ ഉണ്ട് ഒരു സാധനം. ആ സാധനം കിട്ടുമെന്ന് പറഞ്ഞില്ലേ? അതേപോലെ അല്ലേ പൊക്കത്തത്ര ഇത്രയില് കിട്ടുള്ളു. അപ്പൊ ആ ഒരു കൂടെ പറയുള്ളൂ ഇസ്ലാമിനെ സബ്മിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ ചിലപ്പോ മറ്റേ ലെഫ്റ്റ് കൊടുത്ത് റോക്കാക്കി താഴെ കിടക്കണ ആളെ ഓടിപ്പോയി ദിഗരെയൊക്കെ പിടിച്ച് വല്ല സബ്മിറ്റ് ചെയ്തിരിക്കും. അതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ എന്തായാലും ഗൈസ് സോ എക്സൈറ്റഡ്. അത് മാത്രമല്ല ഈ ഫൈറ്റില് എപ്പോഴും ആൾക്കാർ പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും അണ്ടർഡോഗിന്റെ പെർസ്പെക്റ്റീവില് ഇലിയയുടെ പെർസ്പെക്റ്റീവിലാണ്. ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവില് ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ ഇനി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും ഗൈസ്. അപ്പൊ പറയാൻ ടോപ്പിക്കുകളൊന്നും ഇല്ലാണ്ടിരുന്ന ഞങ്ങൾ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോ 2 ചെറിയ ടോപ്പിക്കുകൾ ഉണ്ടായി. ഒന്ന് നമ്മുടെ ബ്രൈസ് മിച്ചലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സെക്കൻഡ് നമ്മുടെ കോണറേട്ടൻ ലൈൻ ആൻഡ് കോക്കിന് ശേഷം കുറച്ച് കാര്യങ്ങളിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ രണ്ടിനെ പറ്റിയുള്ള ഞങ്ങളുടെ ജസ്റ്റ് അഭിപ്രായമാണ് ഞങ്ങൾ പറയാൻ പോണ. ഒന്നാമത്തെ കാര്യം ഗൈസ്, എനിക്ക് ബ്രൈസ് മിച്ചലിനെ കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല. കാരണം ചെറുപ്പത്തിൽ അമ്മയുടെയും താഴെ വീണ് തല ഇടിച്ച ബ്രൈസ് മിച്ചലി ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് അസ്വാഭാവികം നമുക്ക് ഫീൽ ചെയ്യാം. കാരണം ഈ ഡാവ് പറയുന്നു ഇലോൺ മസ്ക് ഇസ് ദ ഡെവിൾ എന്ന് പറഞ്ഞു, ആന്റി ക്രൈസ്റ്റ്. പിന്നെ ഇയാൾ പറഞ്ഞു എർത്ത് ഫ്ലാറ്റ് ആണെന്ന്. ഈ ഫ്ലാറ്റ് ആണ് എർത്ത് എന്ന് പറയുന്നത് ഗൈസ് 2 കാർപ്പങ്ങളുണ്ട്. ഒന്നത്തെ കാര്യം ബാക്കി 8-7 പ്ലാനറ്റ്സും റൗണ്ട് ആണ്. മാത്രമല്ല നമുക്ക് എർത്തിന്റെ 24 മണിക്കൂർ 24 hours സർവൈലൻസ് നമുക്കുണ്ട്. എർത്ത് റൗണ്ട് ആണെന്ന് തെളിയിക്കാൻ പറ്റിയ ഒരുപാട് എക്സ്പെരിമെന്റുകൾ നമുക്കുണ്ട്. ഇത്രയുമായിട്ടും ഈ പൊട്ടൻ പറഞ്ഞ് എർത്ത് ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞവനാണ് ഈ പറയണ ഈ ഹിറ്റ്ലർ നല്ല ആളായെന്ന് വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പൊ പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ ബ്രൈസ് മിച്ചൽ ആരാണെന്ന് അമേരിക്കയിൽ എല്ലാവർക്കും അറിയാം. പ്രശ്നം ഈ ജോഷമറ്റിന്റെ ഇടി അത്ര വലിയ ഇടിയായിരുന്ന. എടാ ജോഷമറ്റ ആൾക്കാര് പറഞ്ഞ അലക്സ് പെരേരയായിട്ട് ഫൈറ്റ് ബുക്ക് ചെയ്തൊക്കെ പറയണ. ഇപ്പൊ അവിടെ ഇപ്പൊ ഒരു സിടി മറ്റേ ബാക്ക് ടു ബാക്ക് സിടി ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കാനാണെന്ന് പുള്ളിക്ക് റെക്കോർഡുകൾ അടിക്കാനായിരിക്കും. എന്താണ് പുള്ളി എന്താ ഇങ്ങനെ പറഞ്ഞത് എനിക്കറിയാൻ പാടില്ല. പുള്ളി എലോൺ മസ്കിനെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് പിടിച്ചിട്ടില്ല. കാരണം അയാൾക്ക് എലോൺ മസ്കിന് ഒരു രീതിയിലും പബ്ലിക്കിന് വേണ്ടി ഒരു രീതിയിൽ ഇടപെടേണ്ട ആവശ്യമില്ലാത്ത ഒരാൾ പബ്ലിക്കിന് വേണ്ടി ഇത്രയും വലിയൊരു ഫ്രീ സ്പീച്ച് പ്ലാറ്റ്ഫോം ഒരുക്കി പുള്ളി മാർസിൽ ആൾക്കാർക്ക് കൊണ്ട് റിസോഴ്സ് ഗ്യാദർ ചെയ്യണ എന്തൊക്കെയാണ് മാർസിൽ ഭാവിയിൽ അതൊക്കെ ചെയ്യുന്ന ഒരാളെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന് വോൾട്ട് ആണെന്ന്. പിന്നെ ജോഷമറ്റ് ഫൈറ്റ് ഇട്ടിട്ട് ഇറിവേഴ്സിബിൾ ഡാമേജ് അതേ പറയാനുള്ളൂ. പിന്നെ വേറെ ഉണ്ടായിരുന്നു നമ്മുടെ കോൺട്രാക്ട് ശനിയാഴ്ച ഹാപ്പി വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച വൈബ് ചെയ്ത് നിൽക്കണായിരുന്നു. 2 ബിയർ അടിച്ച് 2 ലൈനും വലിച്ചപ്പോഴാണ് യൂട്യൂബിൽ കയറിയപ്പോ കോണർ കബീബിന്റെ ഫൈറ്റ് ഹൈലൈറ്റ്. അത് കണ്ടതോടെ പുള്ളിക്ക് ദേഷ്യം കയറി അടുത്ത 5 മിനിറ്റത്തോടെ പുള്ളി ആ ഡ്രാമ റിലീവ് ചെയ്ത് കുറച്ച് ട്വീറ്റ് അങ്ങോട്ട് വരിക്കൂട്ടി. കബീബിന് ഏതൊക്കെ രീതിയിൽ തെറി വിളിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ തെറി പറഞ്ഞ് വിളിച്ച് കൂട്ടി. ആ ശവം എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി. പക്ഷെ അത് പറഞ്ഞിട്ട് തെറി വിളിക്കാത്ത ആൾക്കാരെ കോണറിന് ഇപ്പൊ തെറി വിളിച്ചും തുടങ്ങി. അപ്പൊ അതുകൊണ്ട് പുള്ളി തീറ്റുകൊണ്ട് ഉദ്ദേശിച്ചത് പുള്ളിക്ക് നേടിയ എന്താന്ന് എനിക്ക് അറിയാൻ പാടില്ല. പൊട്ടന്മാരെ തിരിച്ചേക്കും. പക്ഷെ പുള്ളിയുടെ വില ആൾക്കാരുടെ മുമ്പിൽ ഇപ്പൊ പിന്നെ കുറഞ്ഞു വന്നു. ഇപ്പൊ ലെവലായിട്ടുണ്ട് പുള്ളി.
നിനക്ക് എന്താ പറയാ കോർണർ സിറ്റുവേഷനിൽ എന്താ പറയാനുള്ളത് നിന്റെ അഭിപ്രായത്തിൽ? കോണർ വെറുതെ ഇപ്പൊ ഒരുമാതിരി കൂടുന്നുണ്ട്. ആദ്യമൊക്കെ എനിക്ക് പുള്ളിയുടെ നമ്പർ കാണുമ്പോ വെള്ള ചില്ലായിട്ടിരുന്ന് 2 ലൈനൊക്കെ ഇട്ട് ഒരു ബിയറൊക്കെ അടിച്ച് ആ ഒരു മൂടി പറയണ പോലെയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കോർണറിന്റെ ട്വീറ്റ് ഇങ്ങനെ കാണുമ്പോ തന്നെ നമ്മൾ പുള്ളിയുടെ വോയിസിൽ വായിക്കുക. അപ്പൊ തന്നെ നമുക്ക് ആ ഒരു ചില്ല് മൂടിൽ അങ്ങനെ വായിച്ചങ്ങ് പോവാം. പക്ഷെ പറഞ്ഞ് ഈ സെയിം സാധനങ്ങൾ പിന്നെയും പറഞ്ഞ് ഒരുമാതിരി എന്തിനാണ് ഇയാള് ഇപ്പൊ ഒരു മാഡ്മാൻ എന്നുള്ളൊരു മുദ്ര കുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഗ്രൂപ്പിൽ പറഞ്ഞ കാര്യമാണ് കോണർ എപ്പോഴും പറയണത് കബീബിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, കബീബിന് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ കബീബ് എപ്പോഴും പറയണ കോണർ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കോണറിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പൊ വൃത്തികെട്ടൊരു ഇതാണ്. വിട്ടേക്ക്, നമുക്കത് നീ പറഞ്ഞ് ഇതാക്കണ്ട. സ്വയം പായ കുത്തി മണിപ്പിക്കണം എന്ന് പറഞ്ഞല്ലേ. കോണറിനെ പറ്റി പറഞ്ഞ് അങ്ങക്ക് തന്നെ മതിയായി ഗൈസ്. ഇനി ഇപ്പൊ എന്താ നീ കോണറിനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഫാൻസ് അറിയാൻ പാടില്ല. ഒരാൾ പറഞ്ഞിട്ട് എടാ എന്റെ കരയിൽ അലമ്പാക്കി നശിപ്പിച്ച ഏറ്റവും അലമ്പാക്കി അങ്ങനത്തെ രീതിയിലൊക്കെ എല്ലാം ചെയ്തു വെച്ചേക്കണം. അത് ഫോളോ ചെയ്ത് പോകും. ഞാൻ എന്ത് പറയാനാണ്. വിട്. പിന്നെ ഇന്നലെ നമ്മുടെ സൗദി ഫൈറ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ഉറക്കം കളയാൻ വേണ്ടി WWE റോയൽ റംബിളും ഉണ്ടായിരുന്നു. എന്റെ പൊന്നു ജോൺസിനെ തിരിച്ചു വന്നെ കാണാൻ വേണ്ടിയാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ സംഭവമില്ല, നല്ലൊരു കിടില്. ആദ്യമൊക്കെ കണ്ടു തുടങ്ങിയപ്പോ ഫസ്റ്റ് എൻട്രി റെയിൻസ്റ്റീരിയോ പൊളി കലക്കി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ സ്പീഡ് വന്നേക്കണ്. സ്പീഡ് വേറൊരാൾ റിപ്ലേസ്മെന്റ് ആയിട്ട് വന്ന് അവിടെ വന്ന് എന്താണ് ഡൂഡ് ഒരാളെ ചെയ്ത് അവിടെ പോയി ഒരു സൂ എന്റെ പൊന്നു മാനെ എന്തൊക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞാലും ആ സ്പിയർ ഫുള്ള് ബാക്ക് ഒരു 245 പൗണ്ട് ആളോ ഒന്ന് ഇടിച്ച് എല്ലിട്ട് കൊണ്ട് കാല് നോക്കിയപ്പില്ലേ ഒരഞ്ഞിട്ട് പൊട്ടി കീറി പൊളിഞ്ഞിരിക്കണ്. നല്ല രീതിയിൽ സ്പീഡിന് ഇടി കിട്ടിയാറുണ്ട്, നല്ല രീതിയിൽ ഇമ്പാക്ട് കിട്ടിയാറുണ്ട് സ്പീഡിന്. ഇത് മൊയ്ത്തയില് പോയിട്ട് സ്പാർ ചെയ്തപ്പോ പോലും തായ്ലാൻഡിൽ പോയി ചെയ്ത പോലും പുള്ളിക്ക് ഇത്ര ഇഞ്ചുറി പറ്റിയില്ല. ഇതൊരുമാതിരി ട്രിപ്പിളച്ച് വിളിച്ചിരുത്തി ഇടിച്ച് ഉമ്പിച്ചു വിട്ട് പറഞ്ഞ പോലെ പോയി. കുഴപ്പമില്ല, ബിഗ്ഗസ്റ്റ് സ്ട്രീമർ ഇൻ ദ വേൾഡ് WWE ഒരു കുറച്ചുകൂടി ബിഗ് സ്പീക്കർ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിച്ചു കൊടുത്ത്. ഞാൻ വിചാരിച്ച് കായ അവിടെ കാണണ്ടായി, കായ ഇറങ്ങി കയറി കായ എന്തെങ്കിലും കാണിക്കുന്നു. പക്ഷെ കായ അവിടെ ഇരുന്ന് കണ്ടേ ഉള്ളൂ. ഇത് ആ സ്പിയർ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വന്നപ്പോ സ്ലോ മോഷനിൽ കാണിക്കുമ്പോ ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവും. തലയൊക്കെ പറ്റി ബൗൺസ് ചെയ്ത് അങ്ങോട്ട് പോയി ക്യാൻവാസിൽ ഇടിച്ചിട്ട് ഒരു ശോകമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നില്ലേ വേറെ വിറ്റെന്ന് പറഞ്ഞാൽ ഈ 27-25 ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോ ലോകം വന്നിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ലോകൻ എപ്പോഴായിരിക്കും വരുന്നത് നോക്കും. ലാസ്റ്റ് നമ്പർ 30 ലോകം വന്നിരിക്കുന്നത്. ആ ലോകനൊക്കെ എന്ത് വെല്ലുവിളല്ലേ. ലോകന് അവസാനം ഉണ്ടല്ല, കുറച്ച് ഒരു 6 പേര് മാത്രം ബാക്കി. CM Punk, റോമൻ റീൻസ്, ജോൺ സീന, ഈ ജെ യുസോ, അതിന്റെ കൂട്ടത്തില് സെത്ത് റോളിൻസ്, അതിന്റെ കൂട്ടത്തില് ലോകം പോള്. ഞാൻ ആ സമയത്ത് വിചാരിച്ചത് എന്തായാലും റോമൻ റീൻസ് ചെയ്യും. കാരണം കഴിഞ്ഞ 12 കൊല്ലമായിട്ട് WWE ഇങ്ങനെ സിറ്റുവേഷനിലേക്ക് എപ്പോഴും ഒരു ക്ലിയർ കട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന റോമൻ റീൻസ്. പക്ഷേ Triple H broke the pattern, break the script എന്ന് പറഞ്ഞ പോലെ റോമൻ റീൻസിനെ എടുത്ത് കളഞ്ഞി. പക്ഷേ നമ്മ വിചാരിച്ച പോലത്തെ ഒരു മധുര എൻഡിങ്ങിലോട്ട് വന്നില്ല. We don't know what is Triple H cooking, but right now we didn't like his cooking അല്ലേ. സദ്യ അല്ലെങ്കിൽ ഡെസേർട്ട് ഷോ നോക്കിയ പോലെ അല്ലേ, മനപ്പൂർവ്വം ഡെസേർട്ട് ഷോ നോക്കിയ പോലെ. ഇത് മെയിൻ കോഴ്സ് ഒക്കെ നല്ല പക്ക. ലാസ്റ്റ് ആയപ്പോഴേക്കും ഈ റോമൻ റീൻസ്, സെത്ത് റോളിൻസ്, CM Punk ഒക്കെ ഉണ്ട്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു CM Punk എന്തായാലും ജയിക്കും. CM Punk റോമൻ റീൻസിനെയും റോളിൻസിനെയും പുറത്താക്കിയപ്പോ ഞാൻ വിചാരിച്ചു CM Punk എന്തായാലും ജയിച്ചു. അപ്പൊ തന്നെ ലോകം വന്നിട്ട് CM Punk പുറത്താക്കി. അപ്പൊ ഞാൻ ഈ ലോകം ജയിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഈ ജേയുസോയും ജോൺസിനെയും വന്നപ്പോ ജോൺസിനെ ജയിച്ചു ഉറപ്പിച്ച്. എടാ ചുരുക്കി പറഞ്ഞ ഇൻഫിനിറ്റി വാർ മൂവിങ്ങിന്റെ എൻഡിങ് പോലെ പോയി. പക്ഷെ എൻഡ് ഗെയിമിന്റെ പോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് റെസൽമേനിയ കിട്ടുമെന്ന് കണ്ടറിയാം. ഗൈസ്, നിങ്ങ WWE പൊളിഞ്ഞോ? പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, WWE പൊളിഞ്ഞോ എന്നാലും അടുത്ത സംസാരിക്കാൻ പോണ ബിവോൾ ബെറ്റർ വീവിന്റെ പ്രമോ കണ്ട എന്താണ് ഇന്റർവ്യൂ കണ്ട. എനിക്ക് മനസ്സിലാവാത്ത 2 കാര്യം. ഒന്ന്, ബിവോൾ എപ്പോഴും ബിവോളിനെ പോലെ സ്റ്റോയിക്കാണ്. പക്ഷെ ബെറ്റർ ബീവ് ഒരുമാതിരി വൃത്തിയായിട്ട് നറേറ്റീവ്. ഐ ഡോണ്ട് തിങ്ക് ബിവോൾ വുഡ് ഗിവ് മീ എ റീമാച്ച് എന്നൊക്കെ പറഞ്ഞത് അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ബിവോള് എപ്പോഴും റീമാച്ച് കൊടുക്കും, അങ്ങനെ ആരെയും പേടിയില്ലാത്തൊരു മനുഷ്യനാണ്. അങ്ങനെയൊന്നും പുള്ളിക്ക് പറയേണ്ട കാര്യം ഉണ്ടായില്ല, അറിയില്ല. അതുകൊണ്ട് ഫൈറ്റ് ചിലപ്പോ 2-3 പേപ്പർ കൂടുതൽ സെല്ലാവണമെങ്കിൽ ആയിക്കോട്ടെ. തുർക്കി അങ്ങനെ സമ്മതിക്കണുണ്ടായി. തുർക്കി മറ്റേ എനിക്ക് ഈ ഫൈറ്റ് കാണണം. എടാ തുർക്കിയില്ലേ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തുർക്കി കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഇതാണ് പിന്നെ കിട്ടില്ല. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല റൊണാൾഡോന്റെ പോക്കിരിക്കണ്. എന്താണല്ലേ
നമ്മുടെ ആ ചെക്കനെ സാധാരണ UFC ട്രംപ് ആര് വന്നാലും ഒരു പ്രാവശ്യമൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കോളൂ. റൊണാൾഡോ 2 പ്രാവശ്യം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ച് ഫ്രണ്ടിൽ കൊണ്ട് തിരുത്തി ബിഹൈൻഡ് സീൻസിൽ ഡാനവൈറ്റ് ഒക്കെ ഇട്ട് കൈ കൊടുത്തിട്ട് ഡാനവൈറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു പ്രസൻസ് എന്താണല്ലേ ടർക്കി പറഞ്ഞ് എടാ വന്ന് കണ്ടിട്ട് പോ. ഇതേവരെ യൂസ് കാണാൻ വന്നിട്ടില്ല. പക്ഷെ റൊണാൾഡോ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ എംബപ്പെ ഫാൻസിനൊക്കെ മനസ്സിന് സന്തോഷം തോന്നാം. റൊണാൾഡോ ഹേറ്റേഴ്സിന് വരെ റെസ്പെക്ട് തോന്നണം. ടിവിയില് ഫുട്ബോള് UFC ഒരുമിച്ച് വന്നാ ഞാൻ ഫുട്ബോൾ നോക്കൂലേ, ഞാൻ UFC വെക്കോളൂ. മാൻ അതൊക്കെ MMA ഫാൻസ് പ്രത്യേകിച്ച് റൊണാൾഡോനെ കണ്ട് ഐഡലൈസ് ചെയ്ത് വന്ന എനിക്കൊക്കെ അത് കേട്ടപ്പോ ഉണ്ടായ സന്തോഷമില്ലേ ഈ മെസ്സി ഫാൻസിന് പറഞ്ഞാൽ മനസ്സിലാവോ? അല്ല ഇതിപ്പോ ഞാനാണെങ്കിലും ഇപ്പൊ റൊണാൾഡോ കണ്ടെന്ന് പറയുമ്പോ നീ എന്താണ് നിന്റെ കാര്യം റൊണാൾഡോയുടെ കാര്യം പറഞ്ഞപ്പോ അവന്റെ കാര്യം പറഞ്ഞേക്കണ് നമ്മള് ജനറലൈസ് ചെയ്യാൻ പറ്റിയ ഒരാളല്ല. ഇമ്മോർട്ടലാണ്. പിന്നെ ഇപ്പോഴത്തെ കിങ് പറഞ്ഞോണെങ്കിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞാ പീജ ചൈനീസ് ലെവല് പറഞ്ഞ പൗജ് ചെയ്യേണ്ട ആളാണ്. അതിനെ പറ്റി എങ്ങനെ സാധാരണ കോമഡി പീപ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയല്ലേ കുഴപ്പമില്ല. ഇനി റൊണാൾഡോ ഗ്ലേസർ കൂടി കേൾക്കാൻ എനിക്ക് വയ്യ, അതാണ് എന്തായാലും. എടാ അപ്പൊ നമുക്ക് പോഡ്കാസ്റ്റിന് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഗായ്സ് ഞങ്ങളുടെ പുതിയ പോഡ്കാസ്റ്റിന്റെ 2 എപ്പിസോഡ് നേരിട്ട് എടുക്കാൻ പോട്ടെ. അതിന്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം, അതും കൂടി സബ്സ്ക്രൈബ് ചെയ്യും. ബിഫോർ ഏപ്രിൽ ആണ് ഞങ്ങളുടെ ഗോൾ. കാരണം അടുത്ത 8 ഇവന്റുകളും ഒക്കെ പറ്റുന്നല്ല ഇവന്റ് ഞങ്ങൾ ലൈവ് വരും. കൂടുതൽ സെക്ഷൻസും കൂടുതൽ ബ്രേക്ക് ഡൗണും വീഡിയോ ചെയ്യാൻ നോക്കും. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എന്നും വേണം. പിന്നെ അഗെയിൻ ഷൗട്ട് ഔട്ട് ടു ഗായ് ഹു സെൻഡ് 700 rupees to us. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ ചാനലിലോട് ഞങ്ങൾക്ക് പൈസ ഉണ്ടായത്. മറക്കൂല, എന്നും ഞങ്ങളെ ഓർത്തിരിക്കും. 2 പേരുണ്ട്, ഒരു റോണ എന്ന് പറഞ്ഞ പുള്ളിയും പിന്നെ പീസ് ആൻഡ് ലവ് എന്ന് പറഞ്ഞൊരു പുള്ളി. പിന്നെ ഞങ്ങളുടെ കമന്റിൽ വന്ന് എപ്പോഴും തല്ലുപിടിക്കുന്ന നെഡിയാസ് എന്ന് പറഞ്ഞ ആളോടൊന്ന് പറയാറുണ്ട്, കബീബിന് നെഡിയാസുമായിട്ട് എന്ത് കമ്പാരിസൺ ആണ് നീ നടത്തിയത്? കബീബ് 3 പ്രാവശ്യം കബീബായിട്ടുള്ള ഫൈറ്റ് നിരസിച്ച് വേണ്ടെന്ന് പറഞ്ഞ് സാറ് മനസ്സിലായി. പബ്ലിക്കില് കബീബിനെ വെല്ലുവിളിച്ച് പ്രൈവറ്റില് പബ്ലിക്കില് വെല്ലുവിളിച്ചിട്ട് പ്രൈവറ്റില് കൂട്ടുകൂടാൻ നോക്കിയ ആളാണ് നമ്മുടെ ഡിയാസ് ആണ്. അതുകൊണ്ട് അയാളെ പറ്റി നമുക്ക് പറയാൻ താല്പര്യം. ഡിയാസ് കബീബായിട്ടൊന്ന് കമ്പയർ ചെയ്യല്ലേ, ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഗൈസ്. ബൈ 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 ചാവ് ചാവ്. ഇനിയിപ്പോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ നീ പറഞ്ഞ കുറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞടാ. എല്ലാവരും കേട്ടല്ല മര്യാദക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലെങ്കിൽ ഇതിപ്പോ ഇത്ര നേരം കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നല്ല മോശം പരിപാടിയാണ്. അത് കാരണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിച്ചന്റെ കുറച്ച് ഷർട്ട്ലെസ് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടമുണ്ടെന്നൊക്കെ പറഞ്ഞൊക്കെ മനസ്സിലായി. അപ്പൊ ഇതിനുള്ള വീഡിയോ 1000 ആയ ഷർട്ടില്ലാത്ത ഒരു ഫുള്ള് കിച്ചൺ എന്തായിരിക്കും? സ്ലിം ആണ്, സെക്സി ആണ്, 6 feet tall ആണ്, വടിയൂരി ഡെവലപ്പർ ആണ്. അത് കിച്ചന്റെ ഇതൊക്കെ ഒന്ന് പിടിക്കുക, സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഓക്കെ ഗൈസ്, ഓക്കെ ചാവ് ചാവ്.